Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന ഒരു പാൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലിട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ബസ്മതി അരിയാണ് കേട്ടോ. ഇത് പച്ചരി വെച്ചിട്ടാണെങ്കിലും നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ബസ്മതി അരിയിലാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. ഒരു 3/4 മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് 3/4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതിനെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വെള്ളമൊക്കെ ആദ്യം കളഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഞരടി കൊടുക്കുമ്പോൾ നല്ല പോലെ പൊടിഞ്ഞിട്ട് കിട്ടും. ഇപ്പോൾ മിക്സിയിലൊക്കെ ഇട്ടിട്ടാകുമ്പോൾ പൊടിഞ്ഞ് കിട്ടൂലേ, അങ്ങനെയായി കിട്ടുന്നുണ്ട്. ഇത് നമ്മളുടെ ജീരകശാല റൈസിലെ കൈമേറി വയനാടൻ കൈമ അതിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബസ്മതി അരി ജീരകശാല അരി അതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് കൂടി കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ ഇങ്ങനെ നുറുക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനെ വേവിക്കാൻ വേണ്ടി വെക്കുന്നുള്ളത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 കപ്പ് വെള്ളം വേണ്ടി വരുന്നുണ്ട് ഈ 1 കപ്പ് ബസ്മതി അരി നല്ല പോലെ വെന്തൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നല്ല പോലെ വേവണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നേരം ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടി മിക്സ് ചെയ്ത് വെക്കാന്ന് പാലിൽ. ഇത് പശുവിൻ പാലിലാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാൽ അതിനൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് പശുവിൻ പാലിൽ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക തരം ഒരു രുചി തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തൊടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കുക്കറിലിട്ടിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ 1-2 വിസിലാകുമ്പോൾ നല്ലോണം ഉടഞ്ഞിട്ട് കഞ്ഞി പോലെ ആയിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാകത്തിനനുസരിച്ച് പെട്ടെന്ന് വെന്തിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുള്ളത്. അത് 3/4 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പാല് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ഇതിലേക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്കപ്പൊടിയില്ലേ അതുകൂടി ഇതിലേക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ആ ഏലക്കയുടെ ഫ്ലേവറും കൂടിയിട്ടാകുമ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി പാൽ പായസം കിട്ടും. അപ്പോൾ അത് പാല് തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഷുഗർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ടൈമിൽ ഞാനൊരു പാന് ഇപ്പുറം സൈഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഗീ 6 kg ഗീയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാകത്തിന് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ടും ആൽമണ്ടും കിസ്മിസുമാണ് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. മുന്തിരിയും അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അത് ആ ടൈമിൽ ഈ അടുപ്പിൽ ഇതും ഇപ്പുറത്തെ അടുപ്പിൽ ഇതും കൂടി ആവുമ്പോൾ നമുക്ക് പാകത്തിനായിട്ട് ഒരേ ടൈമിൽ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എത്ര എളുപ്പത്തിൽ
2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടും ആണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. അരിയും പാലും മാത്രം മതി, പിന്നെ ഷുഗറും കൂടിയാണ്. അങ്ങനെ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് ടോട്ടൽ. പിന്നെ ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗീയും കൂടി ചേർത്തിട്ടാകുമ്പോൾ അതിന് നല്ല പാൽ പായസത്തിൻ്റെ ഒറിജിനൽ രുചി തന്നെ ആവും. ഇതിപ്പോൾ ചൂടോട് കൂടിയിട്ടിരിക്കുന്നുള്ളതുകൊണ്ടാണ് ഇത്രയ്ക്കും കുറച്ച് ലൂസ് പോലെ ആയിട്ട് കാണുന്നുള്ളത്. പക്ഷേ ഇത് തണുക്കും തോറും കട്ടി കൂടി വരുന്നുണ്ട്, ഇരിക്കും തോറും ടേസ്റ്റും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ജഗ്ഗരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയെങ്കിൽ ഞങ്ങൾ നാട്ടിലെ ചക്കര ചോറ്, ചക്കര കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് അന്ന് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനാലിറ്റി ഷുഗർ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതാ ചൂടോടെ കൂടി വയ്ക്കുമ്പോൾ ഇത്രയ്ക്കും തിക്കായിട്ടുണ്ട്. ഇത് തണുക്കുന്നതിനനുസരിച്ചിട്ട് ഇതിനേക്കാളും കട്ടിയായിട്ട് ഉണ്ടാവും. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാല് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. കുഞ്ഞുമക്കൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽ പായസം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റൈസ് നല്ലോണം വെന്തൊടഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുമ്പോഴും ആ പാലിൽ കിടന്നിട്ട് നല്ല പോലെ ഈ റൈസ് കുക്കാവണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.